മൂവി, അപ്പൊ അതിന്റെ ഈ ഒരു മൂവി വന്നിട്ടുണ്ട്. അത് എന്താണ് പറയാനുള്ളത്? ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ട് ഞങ്ങളോട് എന്തെങ്കിലും എന്താണ് ഇതിന്റെ ഒരു ക്ലൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ ഇതിനകത്തുള്ള എല്ലാ ടീമും എല്ലാവർക്കും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോവാണ്. എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അതിൽ കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഇത് നല്ലൊരു ക്ലീൻ എൻ്റർടൈനർ ആവണം എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ എനിക്ക് പറയാം, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് പിൻവലിക്കുന്നത്. സോ വി ഹോപ്പ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവും. താങ്ക് യു. എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആവട്ടെ. 2025 ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി എന്തായാലും ആകട്ടെ. സാഹസം അടുത്തതായിട്ട് വെരി ഹാൻസം നരേൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. ഓരോ സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഗിരീഷ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. ഗിരീഷ് ഏട്ടൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. അനുഭവം ഈ സിനിമയ്ക്ക് കുറെ ഐ.ടി.കാരെ കാണാം, ഇൻഫോപാർക്ക് കാണാം, അങ്ങനെയുള്ള ഒരു മോഡലാണ് സാധനം എടുക്കുന്നത്. സോ വി ഗോട്ട് ലൈക്ക് ടാലന്റഡ് പീപ്പിൾ ലൈക്ക് സണ്ണി, നരേൻ, ബാബു ചേട്ടൻ, റൈ ചേട്ടൻ. സോ ലോട്ട് ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത് സിനിമയ്ക്ക്. ഇറ്റ്സ് ആക്ച്വലി ഒരു ഫൺ ഫിൽഡ് മൂവി ആയിരിക്കും ഫോർ ഓൾ ഓഫ് യു. ഐ ആം ഷുവർ ഇപ്പോൾ എനിക്ക് എൻജോയ് പറ്റുന്ന മൂവിയാണ് ഞാൻ എടുക്കാറുള്ളത്. സോ ഇതിനകത്ത് എന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മക്കളെയും അല്ലെങ്കിൽ ഈ ജനറേഷനിലെ ആൾക്കാരെ കൂടെ കൂടുതൽ അവർക്ക് ഇഷ്ടമാവുന്ന മൂവി ആയിരിക്കും ഈ മൂവി. ആൻഡ് ഡെഫിനറ്റ്ലി വിപിൻ വിൽ റീച്ച് ഇൻ എ ഡിഫറെന്റ് ലെവൽ ഈവൻ ഇഫ് movie works out or not. So this, if we can pull it off, this is going to be the blockbuster of this year, I'm sure. Thank you. സമയം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ മേജർ റേച്ചറിനെയാണ് വിളിച്ചത്. അപ്പം എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് രവിയേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഐശ്വര്യമുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത് സംസാരിക്കുന്നത്. എനിക്കധികം വളരെയധികം സന്തോഷം. ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് ഭയങ്കര സാഹസികമാണ്. ഭയങ്കര സാഹസം നേരിട്ടാൽ ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ ക്യാൻസൽ ആകും, ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ 100% റിസ്ക്കുള്ള ഒരു സാഹസമാണ്. ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം, മാഷാം വൈബ്, സാഹസം, ഇതൊക്കെ വന്നതാണ്. അപ്പോൾ തന്ത വൈബ് എന്നൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് വേറെ സിനിമയ്ക്കായി പോയി. സാഹസം അതിപ്പോൾ വേറെ സിനിമയ്ക്കായി പോയി. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത്. അപ്പോൾ വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ. അതിൽ പേഴ്സണലി ഭയങ്കര സന്തോഷം. സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ. അപ്പോൾ നമുക്കറിയാം, അതായത് ഫ്രണ്ട് റോയിൽ ഇരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴുത്തൊക്കെ പൊങ്ങിപ്പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അത്രയധികം പിന്നെ എന്റെ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേനാണ്. പക്ഷെ അതുകൊണ്ടിട്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ഇതുവരെ അതേമായിട്ട് പടം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. സണ്ണിക്ക് ഇതൊരു നല്ല സിനിമയായിട്ട് മാറട്ടെ.